ഒഴിവു സമയവും അവധി ദിനങ്ങളും പ്രയോജനപ്പെടുത്തി മണ്ണിൽ പൊന്നു വിളയിക്കുകയാണ് പുന്നേർകുളം KSEB സെക്ഷനിലെ ജീവനക്കാരായ നാൽവർ സംഘം. പച്ചക്കറി കൃഷിയിൽ വ്യാപൃതരാകുന്നതിലൂടെ ജോലി സമ്മർദ്ദം ലഘൂകരിക്കാനാകുന്നതായും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഏകദേശം 18 സെന്റ് ഭൂമിയിലാണ് സബ് എഞ്ചിനീയർ ലിജിത്ത്, ലൈൻമാൻ വിനു, കരാറുകാരായ മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്യുന്നത്. ഇവരെ കൂടാതെ കരാറുകാരനായ പ്രസാദും മറ്റ് ജീവനക്കാരും ഒഴിവു സമയങ്ങളിൽ ഇവർക്ക് പൂർണ്ണ പിന്തുണയുമായി കൃഷിയിൽ ഏർപ്പെടാറുണ്ട്. പുന്നേർകുളം KSEB ഓഫീസിന് കിഴക്കുഭാഗം കാട് പിടിച്ചു കിടന്നിരുന്ന സബ്സ്റ്റേഷൻ പറമ്പിലാണ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി നടത്തുന്നത്. കഴിഞ്ഞ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്തിരുന്നു. ഇത് ബലം കണ്ടതോടെയാണ് വിപുലമായ രീതിയിൽ കൃഷി നടത്തുവാൻ ഇറങ്ങിത്തിരിച്ചത്. ജോലി കഴിഞ്ഞ് ദിവസവും 5 മണിക്ക് ശേഷം തോട്ടത്തിലേക്ക് ഇറങ്ങിയാൽ ഏകദേശം 10 മണി വരെ പരിചരണം തുടരും. ജോലി സമ്മർദ്ദം കുറയ്ക്കുന്നതിനുവേണ്ടി RPTA ട്രെയിനിങ്ങിന്റെ ഭാഗമായി ലഭിച്ച ക്ലാസുകളിൽ നിന്നുള്ള ഉപദേശമനുസരിച്ച് മനസ്സിനിണങ്ങുന്ന രീതിയിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടണമെന്ന അടിസ്ഥാനത്തിലാണ് സംഘം കൃഷി തിരഞ്ഞെടുത്തത്. ജോലി ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ടൈം നമ്മൾ ഫുള്ളായിട്ട് കൃഷിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നമ്മളൊരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. KSEB തന്നെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു RPTA. ആ ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടിയ ഒരു വാർത്തയാണ് നമുക്ക് പ്രചോദനമായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു സംഭവം തുടങ്ങുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല വ്യത്യാസമുണ്ട്. ഞങ്ങളെ സ്ട്രെസ്സും സ്ട്രെയിനും ഇതൊക്കെ വളരെയധികം കുറഞ്ഞു. ഞങ്ങൾക്ക് നന്നായി സുഖമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വളരെ വ്യത്യാസം തോന്നുന്നുണ്ട്. ജൈവവളമാണ് പരമാവധി യൂസ് ചെയ്യണത്. ജീവാമൃതമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതായത് ഗോമൂത്രം, ശർക്കര, കടലപ്പിണ്ണാക്ക്, വേപ്പിപ്പിണ്ണാക്ക്, അങ്ങനെയുള്ള ഇതെല്ലാം നമ്മളൊരു ഡ്രമ്മിലാക്കി അത്ര തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ച് കുളിപ്പിച്ച് ആണ് ഇവർക്ക് ഒഴിക്കണത്. അത് നമ്മൾ ഒന്നരാടം ചെയ്യുന്നുണ്ട്. അതിൻ്റെയാണ് ആ ഗ്രോത്ത് കാണുന്നത്. ഓൺലൈനിൽ നിന്നും ശേഖരിച്ച ബ്ലാത്താങ്കാര ചീര, നാടൻ ചീര, വള്ളിപ്പയർ, കുക്കുംബർ, 2 തരം തണ്ണിമത്തൻ, ചുരയ്ക്ക, കയ്പയ്ക്ക, പടവലം, കേബേജ്, മത്തൻ, കുമ്പളങ്ങ തുടങ്ങിയവയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ജീവനക്കാരുടെ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന ഗോമൂത്രം, ചാണകം, ആട്ടിൻകാഷ്ടം എന്നിവയാണ് വളം. കൂടാതെ മറ്റ് കർഷകരുടെ ഉപദേശാനുസൃതം ജീവനക്കാർ തന്നെ ഉണ്ടാക്കിയ ജീവാമൃതം ലായനി ഇടവിട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. നിലവിൽ ചീര വിളവെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. തങ്ങളുടെ അധ്വാനത്തിന് പ്രതീക്ഷിച്ച ഫലം ലഭിച്ച സന്തോഷത്തിലാണ് ജീവനക്കാർ.